ونعوذ بالله من شرور. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള മുജാഹിദ് പ്രവർത്തകരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയത്തും സന്ദർഭത്തിലും നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സംഗമമാണിത്. ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃതലങ്ങളിൽ കുതന്ത്രങ്ങളിലൂടെ കയറിപ്പറ്റിയ ഒരു കോക്കസ്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ശിർക്കിന്റെ മുദ്രയടിച്ചു മാറ്റി നിർത്തി ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ മുജാഹിദുകൾ ശിർക്കിലേക്ക് പോകുന്നു, അതിനുവേണ്ടി ചില ആളുകൾ പ്രസംഗിക്കുന്നു, അവരെയൊക്കെ മാറ്റി നിർത്തിയാലും ഈ പ്രസ്ഥാനത്തിനൊന്നും വരാനില്ല, സംഘടനയും സ്ഥാപനങ്ങളും താക്കോലും ഞങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ആര് പോയാലും കുഴപ്പമില്ല, കസേര ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന വളരെ നീചമായ തരം താഴ്ന്ന അജണ്ടയോടുകൂടി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഒരു ഗൂഢസംഘത്തിന്റെ അവരുടെ അധികാര പ്രമത്തതയും അഹങ്കാരവും മുജാഹിദുകൾ അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് ഇവിടുത്തെ ഈ കോക്കസിന് അറിയിക്കാനുള്ളത്. ഈ ഉള്ളവനെ പുറത്താക്കി അധികാരവും കയ്യിലുള്ളവർക്ക്, ലെറ്റർ പാഡും സീലും കയ്യിലുള്ളവർക്ക് സാങ്കേതികമായി ആരെയും പുറത്താക്കാം. പക്ഷേ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന കള്ളപ്രചരണം പത്രങ്ങളിലൂടെയും സർക്കുലറുകളിലൂടെയും നൽകിക്കൊണ്ടാണ് ഈ ഉള്ളവനെ പുറത്താക്കിയത്. 2011 KNM ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കുപ്രചരണങ്ങൾ. സംഘടനാ വേദികൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ശിർക്കാരോപണവുമായി മുന്നോട്ട് പോയപ്പോൾ ആളുകളൊക്കെ ക്ഷമിച്ചു. മാന്യന്മാര് പറഞ്ഞു, വേണ്ട, നമ്മൾ പ്രതികരിക്കണ്ട, ഇത് ശരിയായിക്കൊള്ളും, ഇലക്ഷൻ കഴിയുന്നതോടെ തീരും. ഇല്ല, ഇതൊരു ഗൂഢ അജണ്ടയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി 1.5 വർഷം ക്ഷമിച്ചും സഹിച്ചും മുജാഹിദ് പ്രവർത്തകർ ഇനിയും ആളുകൾക്കിടയിൽ അവഹേളിക്കപ്പെട്ടുകൂടാ എന്ന നിലക്ക് മാറി നിന്നു. പക്ഷെ അതും ഒരു ദൗർബല്യമായി കണ്ട് വീണ്ടും വീണ്ടും ശിർക്കാരോപണവും പുറത്താക്കലുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഗത്യന്തരമില്ലാതെ ഇതിന് വിശദീകരണം നൽകണമെന്ന് നമ്മുടെ പ്രവർത്തകർ ആവശ്യപ്പെടുകയും ആദ്യമായി ഈ ഉള്ളവൻ വിശദീകരണത്തിന് വേണ്ടി രംഗത്ത് വരികയും ഏതാണ്ട് എല്ലാ ജില്ലകളിലും നമ്മൾ വിശദീകരണം സംഘടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് മേഖലാ തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലേക്കും ഇപ്പോൾ വിശദീകരണ യോഗങ്ങൾ പുരോഗമിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ഇത് ജിന്നും ശൈത്താനും സിഹ്റൊന്നുമല്ല, വേറെ ചില അജണ്ടകൾ ചിലർക്ക് നടപ്പിലാക്കണം. അതിനു വേണ്ടി ആളുകളെ ഇതുമ്മ കെട്ടിയിടുക, ജിന്നും ശൈത്താനും സിഹ്റും പറഞ്ഞ് കെട്ടിയിടുക, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് കുതന്ത്രങ്ങളും കുത്തിത്തിരിപ്പും നടത്തിയിട്ട് അവരുടെ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കുക. അതാണ് ഇവിടെ നടന്നത്. അതാണ് ആളുകൾ മുജാഹിദുകൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ മുജാഹിദ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നല്ല ക്ഷമയും അതുപോലെ തന്നെ പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള കുതന്ത്രക്കാരെയും കുത്തിത്തിരിപ്പുകാരെയും നമുക്ക് മറികടക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരിക്കലും അഹങ്കരിക്കരുത്, നമുക്കൊരിക്കലും തന്നെ അനാവശ്യമായ ആത്മവിശ്വാസം ഉണ്ടായി പോകരുത്. നാം പ്രാർത്ഥിക്കുകയും അള്ളാഹുവോട് അടുക്കുകയും
ഈ തൗഹീദിന്റെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് നാം പ്രഖ്യാപിക്കുകയും വേണം. നമുക്കെതിരിൽ എല്ലാവരും ഒരുമിച്ച് കൂടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ എല്ലാ ശത്രുക്കളും കൈവൈമറന്ന് സഹായിച്ച് ഈ തൗഹീദി കൂട്ടായ്മയെ ഊതിക്കെടുത്തി കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെയും കണ്ടിട്ട് എന്തെങ്കിലും ഭൗതിക നേട്ടം കണ്ടിട്ട് ഒരുമിച്ച് കൂടിയവരല്ല ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ളവർ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇമ്പാച്ചി കാണിച്ചാൽ ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ പുറകോട്ട് പോകുമെന്ന് ആരും കരുതേണ്ടതില്ല എന്നാണ് ആമുഖമായി എൻ്റെ പ്രസംഗത്തിൽ എനിക്ക് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിഷയം പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നാം പ്രമാണങ്ങളിൽ ഊന്നി നിൽക്കുന്നു എന്നതാണ് നമ്മുടെ സവിശേഷത. മറ്റു ആദർശ പ്രസ്ഥാനങ്ങളിൽ നിന്നും നമ്മളെ വേറിട്ടു നിർത്തുന്ന പ്രധാനപ്പെട്ട സവിശേഷത അതാണ്. ഏതൊരു മുജാഹിദിനോടും ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ആദർശം? അവർ ഉറപ്പിച്ചു പറയും, അത് പ്രമാണങ്ങളിലുള്ളതെന്തോ അതാണ് നമ്മുടെ ആദർശം. കിതാബും സുന്നത്തും എന്തു പറയുന്നു അതാണ് നമ്മുടെ ആദർശം. മുജാഹിദ് സെന്ററിൽ മൗലവിമാര് മീറ്റിംഗ് കൂടി കാലാകാലങ്ങളിൽ തീരുമാനിക്കുന്നതാണ് മുജാഹിദുകൾ ആദർശമെന്ന് ഇവിടുത്തെ ഖുബൂരി പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു. ഇന്നവർക്ക് അതിന് സാധിക്കില്ല. ഒരു കാലത്തും അത് തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല. കാരണം പ്രമാണങ്ങളിലുള്ളതെന്തോ അത് മാത്രമാണ് മുജാഹിദുകൾ ആദർശമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബുദ്ധിയിൽ ഉദയം ചെയ്ത നവീനാശയങ്ങളല്ല ഇത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിന്തയിലേക്ക് ക്ഷണിക്കുന്ന പ്രസ്ഥാനവുമല്ല ഇത്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ പറയുന്നു അവർക്ക് പ്രമാണമുണ്ട്, പ്രമാണങ്ങളുടെ അക്ഷരങ്ങളെ പൂജിക്കുന്നവരാണവർ. സലഫികളല്ല, ഹറഫികളാണ്. മുമ്പത് പറഞ്ഞിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ഇഖ്വാനികളുമായിരുന്നെങ്കിൽ ഇപ്പോൾ പറയുന്നത് വിചിന്തനമാണ്. വിചിന്തനത്തിലായിരുന്ന അബ്ദുൽ മജീദാണ് പറയുന്നത്. മനസ്സിലാക്കണം, അക്ഷര പൂജയെന്നും യാഥാസ്ഥിക സെലഫിസം എന്നും അതേസമയം നവസെലഫിസം, രണ്ടും കൂടി ഒപ്പം എങ്ങനെ പറയാ? യാഥാസ്ഥികമാണ്, നവമാണ്. യാഥാസ്ഥികം തന്നെ പഴഞ്ചൻ, നവൻ തന്നെ പുതുപുത്തൻ. രണ്ടും നമ്മളെ വില. അപ്പൊ എന്താ പറയേണ്ടതെന്ന് തന്നെ തിരിഞ്ഞിട്ടില്ല എതിരാളികൾക്ക്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മൂലക്കിരുത്താന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള വാചാടോപ്പുകൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യക്തിഗത അഭിപ്രായങ്ങൾക്ക് ദീനിൽ സ്ഥാനമില്ലെന്ന് പഠിപ്പിച്ച ഈ ആദർശം എന്നും പ്രമാണങ്ങളിലേക്ക് മാത്രമാണ് ജനങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. ഒരു വ്യക്തി എത്ര ഉന്നതനായ പണ്ഡിതനോ ഇമാമോ ആണെങ്കിലും അയാളുടെ വാക്കുകൾ ദീനിൽ പ്രമാണമല്ലെന്നും അവരാരും മഅസൂമുകളല്ലെന്നും നബിമാർ മാത്രമാണ് തെറ്റുപറ്റാത്തവരെന്നും അപ്രമാദിത്വം കൽപ്പിക്കേണ്ട വാചകങ്ങൾ അവരുടേത് മാത്രമാണെന്നും ഉറക്കെ പറഞ്ഞ പാരമ്പര്യമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. അതിലൊരു മാറ്റവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ചില ആളുകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കി. ജക്കരിയയും അവനെ തഖ്ലീദ് ചെയ്യുന്ന കുറച്ച് ആളുകളും. എന്നിട്ട് എന്റെ ഇപ്പം ഉണ്ടായത്, ജക്കരിയ സലാഹി ആരെങ്കിലും വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ആരെങ്കിലും ചാക്കിടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചില ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. പണ്ട് ഹുസൈൻ മടവൂരും കൂട്ടരും ചെയ്തതുപോലെ ചാക്കിടൽ പരിപാടികളായിട്ട് നടക്കുക. ഇവിടെ ചാക്കിടന്റെ പ്രശ്നമല്ല, അത് പരലോകത്തിന്റെ പ്രശ്നമാണ്. നിൽക്കണ്ടോ നിന്നാ മതി. അപ്പുറത്തിക്കണോ പോന്റെ പരലോകത്തിന് വേണ്ടിയാണ് അപ്പുറത്ത് നിന്നോട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഏതൊരു മനുഷ്യന്റെ വാക്കിലും എടുക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ഉണ്ടാകും. ഈ ഖബറിന്റെ ഉടമയായ റസൂലിന്റെ ഒഴികെ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വചനം റസൂലുള്ളാഹിന്റെ ഖബറിനെ ചൂണ്ടിക്കൊണ്ടാണ്. അതാണ് മുജാഹിദുകൾ എന്നും നെഞ്ചേറ്റുന്ന ആദർശം. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞില്ലേ, ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദന്ന മാലികൻ വലൽ ഔസാഇ വലൻ നഖയ്യ വലാ ഗൈറഹും. നീ എന്നെയോ ഇമാം മാലിക്കിനെയോ ഇമാം ഔസാഇയെയോ ഇമാം ഇബ്രാഹിം നഖയ്യയോ ആരെയും നീ തഖ്ലീദ് ചെയ്യല്ലേ. വഖുദിൽ അഹ്കാമ മിൻ ഹൈതു അഖദു. അവരൊക്കെ ദീനിന്റെ വിധികൾ സ്വീകരിച്ചത് അവിടെ നിന്നാണ്. മിനൽ കിതാബി വസ്സുന്ന, കിതാബിൽ നിന്നും സുന്നത്ത് അവിടെ നിന്ന് നീയും സ്വീകരിച്ചു കൊള്ളുക. അതാണ് എല്ലാ ഇമാമുകളുടെയും വസിയ്യത്ത്. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിം പ്രഖ്യാപിച്ച അതാണ്. ഹദീസ് സഹീഹായാൽ അതാണ് ഞങ്ങളുടെ മദ്ഹബ്, അതാണ് ഞങ്ങളുടെ വീക്ഷണം. ഞങ്ങൾക്ക് പ്രത്യേക വീക്ഷണമില്ല. ഞങ്ങളുടെ വാക്ക് ദീനിൽ തെളിവല്ല. ഞങ്ങളുടെ വാക്ക് ദീനിൽ അവസാനത്തെ വാക്കായി നിങ്ങൾ മനസ്സിലാക്കരുത് എന്നാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്. എന്നാൽ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യുന്നതിനെ വളരെ ശക്തിയായി വിമർശിക്കുന്ന ആളുകൾ ഇന്നെന്താ ചെയ്യുന്നത്? ചില പണ്ഡിത സഭകളെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്നു.
അവരുടെ വാക്കുകൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കുന്നു. നിങ്ങൾക്കറിയോ ഇമാം മാലിക്കിന്റെ വാക്ക്, ഇന്നമാ അന ബശറുൻ ഉഖ്തിഉ വ ഉസീബ്, ഞാനൊരു മനുഷ്യനാണ്, തെറ്റുപറ്റാവുന്ന എന്നാൽ ശരിയും പറ്റുന്ന ഒരു മനുഷ്യൻ. ഫൻദുറൂ ഫീ റഅയി, അതുകൊണ്ട് എന്റെ അഭിപ്രായത്തെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്നത ഫഖുദൂഹു, കിതാബിനോടും സുന്നത്തിനോടും യോജിച്ചത് നിങ്ങൾ സ്വീകരിക്കണം. വകുല്ലു മാ ലം യുവാഫിഖിൽ കിതാബ വസ്സുന്ന, കിതാബിനോടും സുന്നത്തിനോടും യോജിക്കാത്തത് ഫത്റുകൂഹു, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം, തള്ളിക്കളയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാമിഉ ബയാനിൽ ഇൽമി വഫളിഹി എന്ന ഇബ്നു അബ്ദുൽ ബർറിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇമാമിങ്ങളുടെ ഇതുപോലെയുള്ള പല വാക്കുകളും നമുക്ക് കാണാൻ സാധിക്കും. മുജാഹിദ് പ്രസ്ഥാനം അന്നു മുതൽ ഇന്നു വരെ ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയെയും ആരും ഇവിടെ തഖ്ലീദ് ചെയ്യുന്നില്ല. ഇവിടെ മടവൂർ വിഭാഗം 10 കൊല്ലത്തോളം സക്കരിയാക്കൾ എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കി, നടന്നോ? മടവൂരികൾ എന്ന് പറഞ്ഞതിന് ബദല് പറയാൻ കിട്ടാത്തത് കൊണ്ട് സക്കരിയാക്കൾ സക്കരിയാക്കൾ, സക്കരിയ പറയുന്നതും അതിനെ പിൻപറ്റുന്ന കുറെ ആളും. അങ്ങനെ ഉണ്ടോ? ഈ സദസ് എന്താണ് വ്യക്തമാക്കുന്നത്? ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് സ്വാധീനിച്ചിട്ടോ ഞാൻ ഫോൺ ചെയ്തിട്ടാണ് ഈ ആളുകളോട് വന്നത്? ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ ഒരു കൂട്ടർ നശിപ്പിക്കുമ്പോൾ അത് മുജാഹിദ് കേരളം തിരിച്ചറിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിച്ചുകൊണ്ട് ബുവൈത്തി പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഈ ഗ്രന്ഥം ഇമാം ഷാഫി പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ബുവൈത്തി പറയാണ്, ലഖദ് അല്ലഫ്തു ഹാദിഹിൽ കുതുബ, ഞാൻ ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു. വലം ആലു ഫിഹാ ജുഹദ, എന്റെ എല്ലാ പരിശ്രമങ്ങളും അതിനുവേണ്ടി ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വലാ ബുദ്ദ അൻ യകൂന ഫിഹൽ ഖത, എന്റെ ഈ ഗ്രന്ഥങ്ങളിൽ അബദ്ധമുണ്ടാകും, അത് കൂടാതെ കഴിയില്ല, അനിവാര്യമാണ്. കാരണം അല്ലാഹു പറയുന്നു, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ വജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അല്ലാഹു അല്ലാതെ മറ്റാരിൽ നിന്നുമാണ് അവതരിച്ചിരുന്നതെങ്കിൽ അതിൽ ഒരുപാട് ഭിന്നതകൾ കണ്ടെത്തിയേനെ. അതുകൊണ്ട് ഫമാ വജത്തും ഫീ കിതാബി ഹാദാ യുഖാലിഫുൽ കിതാബ വസ്സുന്ന, കിതാബിനും സുന്നത്തിനും എതിരായ വല്ലതും എന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾ കണ്ടാൽ, ഇമാം ഷാഫിയുടെ വാക്കാനിട്ടോ, ഫഖദ് റജഅതു അൻഹു, ഞാൻ അതിൽ നിന്നും മടങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വഇൻ കുന്തു ഖദ് ബലീതു ഫീ ഖബരി, ഞാൻ എന്റെ ഖബറിൽ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിലും ശരി. ഇമാം ഷാഫി മരിച്ച് കുറെ കാലം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ മൂപ്പർക്ക് തെറ്റ് പറ്റിയെന്ന മോശമല്ല, മരിച്ചോലെ പറ്റി നല്ലത് പറയണ്ടേ എന്ന് വിചാരിക്കണ്ട. ഇമാം അവറുകളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ പറയണം, ഇമാം ഷാഫി ആ പറഞ്ഞത് തെറ്റാണ്. ഇതാണ് മുജാഹിദുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ചില ആളുകൾ പറയാണ്, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് ജമ്മിയത്തുൽമ പറഞ്ഞതാണ്. എന്ത് ജമ്മിയത്തുൽമ? ഏത് ജമ്മിയത്തുൽമ? ഒരു കോക്കസ് ജമ്മിയത്തുൽമയെ പിടിച്ചടക്കിയിട്ട് അവരൊരു കാര്യം തീരുമാനിച്ചു വരിക, ബാക്കിയുള്ളവരൊക്കെ അതിന് മൂളിയിട്ടില്ലെങ്കിൽ അവിടെ ബഹളായി. അതവിടെ ജമ്മിയത്തിന്റെ ചർച്ച എന്ന് പറഞ്ഞ് നടത്തുന്ന മാമാങ്കങ്ങൾ അതായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കോ, മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഒരു കോക്കസാണ് ഈ ജമ്മിയത്തുൽമ കേന്ദ്രം ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണേ. രണ്ടും ഒരു കൂട്ടർ തന്നെയാണ്. മുജാഹിദ് CD ടവറിൽ ഇരുന്ന KNM, ഒരു പുളിക്ക പോയിരുന്ന KJU. KJUവിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. ആരെ? ബെരിനെ. എന്നിട്ട് അവിടെ പോയി കുത്തിരുന്നിട്ട് ആവശ്യം വന്നിട്ടുണ്ട്, അംഗീകരിക്കാൻ തീരുമാനിച്ചു. രണ്ടും ഒരു കൂട്ടർ തന്നെ. ഈ നാലാളത് മുഴുവനും നമ്മൾ മനസ്സിലാക്കണം, ഇത് മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേരള ജംഇയ്യത്തുൽ മഹത്തായ ഒരു ആദർശ പ്രസ്ഥാനമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം എന്ന പേരിൽ നമ്മുടെ മുൻഗാമികൾ സ്ഥാപിച്ച അതിനൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ മടവൂർ വിഭാഗവുമായി തെറ്റിയപ്പോ ജനങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടി ജംഇയ്യത്തുൽ ഉലമ ഇറങ്ങിയപ്പോ ആളുകളൊക്കെ സംതൃപ്തരായി കൂടെ നിന്നു. അത് മനസ്സിലാക്കി അബ്ദുറഹ്മാൻ സലഫി ഇക്കുറി ജംഇയ്യത്തിനെ നേരത്തെ ഉപയോഗിച്ച ഒക്കെ ക്ലീൻ ആയി കിട്ടുമെന്ന് വിചാരിച്ചു. 2011 ആഗസ്റ്റിൽ KNM ഇലക്ഷൻ വരുന്നതിന് മുമ്പ് 2011 ജൂണിൽ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി. എന്നിട്ട് അവിടെ വെച്ച് തീരുമാനിക്കാണ് ജംഇയ്യത്തുൽ ഉലമയുടെ ബാനർ ഉപയോഗിച്ച് ആദർശ വിശദീകരണം എന്ന ശിർക്കാരോപണം നമുക്ക് നടത്തണം. അതിൽ വെച്ചിട്ടാണ് ഒരു കൂട്ടർ ജിന്നിന്റെ ആളാന്ന് തീരുമാനിച്ചത്. അങ്ങനെ പറഞ്ഞു കൊടുക്കന്നെ, അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല എന്നൊരു ചർച്ച ഉണ്ടായി എന്നാണ് ഉളുപ്പില്ലാതെ TP പറഞ്ഞത്. കേട്ടിട്ടില്ലേ നിങ്ങൾ ആ ക്ലിപ്പ്? ആളുകൾ എന്ത് മറുപടി പറയാൻ സാധിക്കും അതിന്? അങ്ങനെ തനിച്ച ശിർക്കാരോപണം. ഹംദും സലാത്തും ചൊല്ലി ദീനീ സദസ്സെന്ന് പണ്ഡിതന്മാർ പറയുന്നതല്ലേ, നുണയാവൂല എന്ന് വിചാരിച്ച് സാധുക്കളായ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. ആ ഒരു മഹത്വം, ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്വം ഇവർ ഇടിച്ചു താഴ്ത്തി. ജംഇയ്യത്തുൽ ഉലമയെ ഇവരുടെ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി നിരങ്ങാൻ ഇട്ടുകൊടുത്തു. ജംഇയ്യത്തിന്റെ ബാനർ തന്നെ ഇന്ന് ആളുകൾക്ക് പുച്ഛമായി തോന്നി. എന്ത് ജംഇയ്യത്തിന് സാധാരണക്കാരൻ ചോദിക്കുന്ന അവസ്ഥയെത്തി. തനിച്ച ശിർക്കാരോപണം ഒരു തെളിവും പറയാതെ സാധാരണക്കാർ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തില്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിൽക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ നിലപാടെന്തോ ആ നിലപാടിലാണ് നമ്മൾ നിൽക്കുന്നത്.
ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച നിലപാട് അതാണ് സലഫികൾ എക്കാലത്തും പിന്തുടർന്നിട്ടുള്ളത്. യാതൊരു തര തഖ്ലീദും സലഫികൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിക്കുകയുമില്ല. തെളിവും ന്യായവും നോക്കാതെ ആരുടെ വാക്കും പിന്തുടരാൻ സലഫികൾ ഇവിടെ പഠിപ്പിക്കുന്നില്ല. അവരൊക്കെ വലിയ ആലിമീങ്ങളല്ലേ, അവരൊക്കെ ഒരുപാട് വാദപ്രതിവാദം നടത്തിയവരല്ലേ, അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരല്ലേ. ത്യാഗം സഹിച്ചോലും പ്രയാസപ്പെട്ടോലൊക്കെ അതിന്റെ തയമ്പും തപ്പി നടക്കല്ല വേണ്ടത്. അവരിപ്പോൾ എന്തു ചെയ്യുന്നു? കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഞാൻ പണ്ട് അലൈമോലിന്റെ വയലിന് വേണ്ടി 5 കിലോമീറ്റർ നടന്നാളാ. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അതല്ല നോക്കേണ്ടത്. പണ്ട് നടന്നതിന്റെ സർവീസ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ കുറച്ച് സർവീസ് പറയുന്ന ആളുകളുണ്ട് ഇവിടെ. ഓരോരുത്തരും അവനവനെ കൊണ്ട് കഴിയുന്ന ത്യാഗം പണ്ഡിതനും പാമരനും എല്ലാവരും ചെയ്യുന്നുണ്ട്, യാതൊരു സംശയമല്ല. അവനവന്റെ ത്യാഗം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കാം. ആ ത്യാഗത്തിന്റെ സർവീസ് പറഞ്ഞിട്ട് ഇവിടെ പ്രസ്ഥാനത്തിലെ ചേരിതിരിവിന് ഓരോരുത്തരെ ബൊമ്മകളാക്കി നിർത്തിയിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. നടക്കുന്ന കാര്യമല്ല. മുജാഹിദുകൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തെളിവ് എവിടെ ഉണ്ടോ നമ്മൾ ആലോചിക്കൂല. അവരൊക്കെ വലിയ ആലിമുകളല്ലേ, തെളിവൊക്കെ അവര് നോക്കിയിട്ടുണ്ടാവും. നമ്മക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സർക്കുലർ വായിച്ചിട്ട് ഹർഫം ബി ഹർഫ് അത് മിണുങ്ങ. പണ്ടത്തെ KM മോലിന്റെ കാലത്തെ സർക്കുലറിന്റെ അവസ്ഥ എന്നാ ആളുകളെ വിചാരം. അതെവിടെ? ആ സർക്കുലർ എവിടെ? ഇപ്പോ നേരത്തെ തീരുമാനിച്ചു വരിക, ചർച്ചല്ല. സർക്കുലറിൽ എഴുതണ്ടേ തീരുമാനിക്കുക. സംസ്ഥാന കൗൺസിലിൽ എന്താ നടന്നത്? ചർച്ച ഉണ്ടായോ? സക്കരിയ സലാഹിയെ പുറത്താക്കി 23 നടപടിക്രമം വായിച്ച് അവതരിപ്പിക്കുന്നു. സക്കരിയ സലാഹി കൊടുത്തൊരു കത്തുണ്ട് അവിടെ, അത് വായിച്ചതുമില്ല. ഏതാ 23 നടപടിക്രമം? കേരള ജമിയത്തുൽമയും KNM-ഉം ജിന്ന് ശൈത്താൻ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്വീകരിച്ച ദുർബലമായ നടപടികൾ. അങ്ങനെ ഡേറ്റ് ഇട്ട് വായിക്കുക. അതൊക്കെ എൻ്റെ കുറ്റപത്രമായിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. എന്നാ കുറ്റം ചെയ്തോന്നല്ല ആദ്യം കുറ്റപത്രം കൊടുക്കേണ്ടത്. തന്നോ എനിക്ക് കുറ്റപത്രം? ഇന്നു വരെയും തന്നിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ തരത്തിലുള്ള ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാവരും കൂടി ഇപ്പൊ ഏറ്റെടുത്തിട്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. നമ്മൾ പ്രമാണങ്ങളിൽ ഊന്നി നിൽക്കുന്നു. പ്രമാണങ്ങൾ അള്ളാഹുവിന്റെ വഹയാണെന്ന് വിശ്വസിക്കുന്നു. തെറ്റുപറ്റാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ ആധികാരിക വ്യാഖ്യാനമാണ് സുന്നത്തുർ റസൂൽ. അത് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് വ്യാഖ്യാനിക്കാൻ പാടില്ല, നമ്മുടെ ഹവക്കൊത്ത് വ്യാഖ്യാനിക്കാൻ പാടില്ല. നമ്മൾ റസൂലിനെ അനുസരിക്കണം, ഹദീസ് സ്വീകരിക്കണമെന്ന് പറയുകയും നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സ്വീകരിക്കുകയും ചെയ്യാം. അത് പറ്റോ? ഒരാൾ റസൂലിനെ അനുസരിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ആൾ അനുസരിക്കുന്ന അള്ളാഹുവിനെയാണ്. കാരണം റസൂൽ അനുസരിക്കണമെന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നു അത് നിങ്ങൾ സ്വീകരിക്കണം. അദ്ദേഹം എന്തൊന്ന് വിരോധിച്ചുവോ അതിൽ നിങ്ങൾ വിട്ടുനിൽക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മാർഗരേഖയായി, ഭരണഘടനയായി നാം സ്വീകരിക്കേണ്ടത്, വഴികാട്ടിയായി നാം സ്വീകരിക്കേണ്ടത് പ്രമാണങ്ങളാണ്. അത് പഠിക്കണം, പ്രാധാന്യപൂർവ്വം പഠിക്കണം. ഇന്ന് നമ്മുടെ ആളുകൾക്ക് പഠനം കുറഞ്ഞുപോയി, പഠനം വളരെ കുറഞ്ഞുപോയി, വായന കുറഞ്ഞുപോയി. അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. വിജ്ഞാനത്തിലേക്ക് നാം വീണ്ടും വരേണ്ടതുണ്ട്. സലഫുകൾ അവരുടെ കാലഘട്ടത്തിലുള്ള മുഴുവൻ പിഴച്ച ചിന്താഗതികളെയും മറികടന്നത്, അതൊന്നും അവരെ ബാധിക്കാതെ രക്ഷപ്പെട്ടത് വിജ്ഞാനം, ശർഈയായ ഇൽമ് പഠിച്ചതും മനസ്സിലാക്കിയതും കൊണ്ടായിരുന്നു. അതുകൊണ്ട് ശർഈയായ ഇൽമ് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ അവിടെ താജുദ്ദീൻ സലാഹി അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും വീണ്ടും വീണ്ടും പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി വിജ്ഞാനത്തിലേക്ക് എല്ലാ ആളുകളെയും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളാരും നമ്മുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല. അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തിനും, മുഅ്മിനായ ഒരു പുരുഷനും സ്ത്രീക്കും പാടുള്ളതല്ല സ്വന്തം കാര്യത്തിൽ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല, അധികാരമില്ല. നമ്മുടെ ഇഷ്ടം പ്രവർത്തിക്കാൻ, സ്വാഭിപ്രായം അനുസരിച്ച് നീങ്ങാൻ നമുക്ക് പറ്റില്ല. അള്ളാഹു എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, അത് നോക്കണം നാം. തന്നിഷ്ടക്കാരനും താൻ തോന്നിയുമായി ജീവിക്കണമെങ്കിൽ അവനൊരിക്കലും ഇസ്ലാമിൽ നിൽക്കാൻ പറ്റൂല. ചെറുതും വലുതുമായ മുഴുവൻ വിഷയങ്ങളിലും പ്രമാണങ്ങൾ നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. ഒരു മുജാഹിദ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും ഇവിടെ എന്റെ റസൂൽ എന്ത് പറഞ്ഞു, എന്റെ അള്ളാഹു എന്ത് പറഞ്ഞു, ഞാൻ എന്തു ചെയ്യണം, എന്തു ചെയ്തുകൂടാ, അന്വേഷിച്ചും പഠിച്ചും
പ്രമാണങ്ങളിലുള്ളത് സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചുള്ള ആക്ഷേപം എന്താണെന്നോ, നമ്മൾ ദുർബല ഹദീസ് കൊണ്ട് ദീനുണ്ടാക്കുന്ന കൂട്ടരാണ്. പറഞ്ഞ് പ്രചരിപ്പിക്കണേ. ആരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ദുർബല ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു മുജാഹിദിനെ കാണിച്ചു തരാൻ പറ്റുമോ? കള്ളമല്ലേ ഈ പറയുന്നത്? ദുർബല ഹദീസുകൾ ഫളായിലിന്റെ കാര്യത്തിലായാൽ പോലും, അല്ലെങ്കിൽ അമലുകൾക്ക് പ്രേരിപ്പിക്കാനാണെങ്കിൽ പോലും പാടില്ല. തിന്മയെക്കുറിച്ച് ഭയപ്പെടുത്താനോ നന്മയെക്കുറിച്ച് ആളുകൾക്ക് പ്രചോദനം നൽകാനോ ഫളായിലിന്റെ വിഷയത്തിലോ ദുർബല ഹദീസുകൾ ഉപയോഗിക്കാമെന്ന് വാദിക്കുന്നവരെ ശക്തമായി എതിർക്കുന്നവരാ നമ്മൾ. ഒരു സാഹചര്യത്തിലും ഒരു ദുർബല ഹദീസും ഉപയോഗിക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ വാദപ്രതിവാദത്തിൽ ഒപ്പിട്ട് കൊടുക്കും. പ്രമാണങ്ങൾ: 1 വിശുദ്ധ ഖുർആൻ, 2 സഹീഹായ ഹദീസ്. പക്ഷെ അവരെ സംഘടന നിലനിൽക്കുന്നതന്നെ ഒരുപാട് ദഈഫായ ഹദീസുമലാവും. അതില്ലെങ്കിൽ അവരുടെ സംഘടനക്ക് നിലനിൽപ്പന്നില്ല. സുഹൃത്തുക്കളെ, ഒരു ദഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് ഹുജ്ജത്തായി പ്രമാണമായി നമ്മൾ സ്വീകരിക്കുക എന്നല്ലേ അർത്ഥം. ഇപ്പൊ ചില ആളുകൾ പറയുന്നു അഖീദക്ക് അത് പറ്റൂല, അമലിന് പറ്റും. ഒരു അമൽ എന്ന് പറഞ്ഞാൽ അതിലൊരു അഖീദ ഇല്ലേ? നമ്മളൊരു അമൽ ചെയ്യുമ്പോൾ എന്തിനാ അമൽ ചെയ്യുന്നത്? എന്റെ റബ്ബ് കൽപ്പിച്ചതാണ്, എന്റെ റബ്ബ് എനിക്ക് ഇതിന് കൂലി തരും, എന്റെ റബ്ബ് ഈ അമൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു അഖീദയെ പിന്നിലില്ലേ? അപ്പൊ അഖീദ ഇല്ലാത്ത ഒരു അമലും ഇസ്ലാമിലില്ല. അതുകൊണ്ട് അഖീദക്ക് പറ്റും, പറ്റുകയില്ല, അമലിന് പറ്റും എന്ന വാദം തന്നെ തെറ്റാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുൽ ചെയ്ത കഥ എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയാളനായി പ്രാർത്ഥിച്ചിട്ടാണ് ആ വിലക്കപ്പെട്ട കനി തിന്ന പാപത്തിന് അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ഖുർആൻ പറഞ്ഞതാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ നാഥാ, ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയി, നീ ഞങ്ങളോട് ക്ഷമിക്കുകയും പൊറുത്തരികയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. ഈ പ്രാർത്ഥന നടത്തിയിട്ടാണ് ആദം നബിക്കും ഹവ്വാവിനും പുറത്തു കൊടുത്തതെന്ന് ഖുർആൻ പറയുമ്പോൾ ഈ കള്ളക്കഥയും വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ. അതിന്റെ അവസാനം എന്താ? വലൗലാ മുഹമ്മദുൻ മാ ഖലഖതുക. ആദമേ, മുഹമ്മദ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിന്നെ തന്നെ ഞാൻ പടക്കുമായിരുന്നില്ല. ഈ കള്ളക്കഥ വിശ്വസിച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട്? മൗദൂആയ ദുർബല ഹദീസുകളെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ, റസൂലിന്റെ പേരിൽ ചമച്ചുണ്ടാക്കിയതെന്ന് ബോധ്യപ്പെട്ട ഹദീസ്, അതിനാണ് മൗദൂ എന്ന് പറയാ. അത് റിവായത്ത് ചെയ്യൽ തന്നെ ഹറാമാണ്. ഇങ്ങനെ ഒരു കള്ള ഹദീസ് ഉണ്ട് കൂട്ടരെ എന്ന് പറയാൻ വേണ്ടിയല്ലാതെ മൗദൂആയ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് പോലും ഹറാമാണെന്നാണ് മുഹദ്ദിസുകളുടെ പക്ഷം. എന്നിട്ട് അങ്ങനെയുള്ള മൗദൂആയ ഹദീസ് വരെ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മുടെ പേരിൽ നമ്മൾ നവസലഫി, യാഥാസ്ഥിക സലഫിയൊക്കെ ആക്ഷേപിക്കുന്ന ആളുകൾ എന്താ? ഹദീസുകളോട് അവർ സമീപനം എന്താ? മടവൂർ വിഭാഗത്തിന്റെ സമീപനം എന്താ? അതേ സമീപനത്തിലേക്കാണ് ഈ കോക്കസും പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സമീപനം അവർ പറഞ്ഞതൊക്കെ ഇവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിർക്കാരോപണം കൊണ്ടുവന്നതാരാ? മടവൂർ വിഭാഗമാണ്. നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് പോയി, നമ്മൾ മന്ത്രവാദം തിരിച്ചു കൊണ്ടുവരുന്നു. മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്ന എല്ലാ നന്മകളെയും നമ്മൾ പിറകോട്ട് വലിക്കുന്നു എന്ന് വാദിച്ചതാരാ? അതേ വാദം ഇപ്പൊ ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രമാണങ്ങൾ ഒരിക്കലും തന്നെ ബുദ്ധിക്ക് യോജിക്കില്ല, എന്റെ ഇഷ്ടത്തിന് യോജിക്കില്ല, ഞാൻ പഠിച്ച ശാസ്ത്രത്തിന് യോജിക്കില്ല, ഞങ്ങളുടെ നാട്ടിലെ സ്വഭാവത്തിന് കീഴ്വഴക്കത്തിന് യോജിക്കില്ല ഇത്യാദി ന്യായം പറഞ്ഞൊരിക്കലും തന്നെ ഒരു മുജാഹിദിനെ തള്ളിക്കളയാൻ അനുവാദമില്ല. ലൗ കാന ദീനു ബിർറഅയി ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ് മിൻ അലാഹു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നു എടുക്കുമ്പോ കാല് കഴുകുന്ന സമയത്ത് ഒന്നുവോട് കൂടി ധരിച്ചതാണ് കാലുറയെങ്കിൽ അത് അഴിക്കേണ്ടതില്ല. കാല് കഴുകാൻ നേരത്തെ മുകളിലൊന്ന് തടവിയാൽ മതി. മതം മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ കാലുറയുടെ അടിഭാഗം തടവുന്നതാണ് ഏറ്റവും യോജിച്ചത് മുകൾ ഭാഗത്തേക്കാൾ. അലി ഇബ്നു അബീ താലിബ് പറയാണ്. പക്ഷേ വലാകിന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ലാഹിരിൽ ഖുഫി. അല്ലാഹുവിന്റെ റസൂൽ കാലുറയുടെ മുകൾ ഭാഗം തടവുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. ഇബാദത്തുകൾ എങ്ങനെ പ്രമാണങ്ങളിൽ വന്നോ അതുപോലെ സ്വീകരിക്കുക, വിശ്വാസ കാര്യങ്ങൾ എങ്ങനെ വന്നോ അതുപോലെ സ്വീകരിക്കുക. അവിടെ ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഗൈബിയായ കാര്യങ്ങളിൽ, ഇബാദത്ത് സംബന്ധമായ കാര്യങ്ങളിൽ, ഹറാം ഹലാലുകളെ കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനമില്ല. നമ്മുടെ നന്മ ഏത് തിന്മ ഏതെന്ന് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. നമ്മളെ കുറിച്ച് നമ്മളെക്കാൾ അറിയുന്ന അള്ളാഹു. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല, പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ഖൈറായിരിക്കും. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ. ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് നന്മയായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമാണങ്ങൾ നാം സ്വീകരിക്കുന്നത്
സട്ടാവായ റബ്ബിനോടുള്ള കൃതജ്ഞതയുടെ ഭാഗമാണ്. സട്ടാവ് നിശ്ചയിച്ച ജീവിതത്തിന്റെ അതിർവരമ്പുകളുള്ളത് പ്രമാണത്തിലാണ്. അത് അങ്ങനെ തന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അക്ഷരം പൂജിക്കുക എന്നാ പറയുന്നത്. ആരാ പറയുന്നത്? ഈ കോക്കസും ജമാഅത്തെ ഇസ്ലാമിയും മടവൂരി ഭാഗവും പറയുന്നുണ്ട് അക്ഷരം പൂജിക്കുന്നു. അവർക്ക് എന്താ വേണ്ടതറിയോ? പ്രമാണ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവരുടെ എലാസ്റ്റിക് വ്യാഖ്യാനം പ്രമാണ ഒരു ഭാഗത്തുണ്ടാവും, പക്ഷെ അവർക്ക് തോന്നിയ വ്യാഖ്യാനം, ആ വ്യാഖ്യാനത്തിന് നമ്മൾ നിന്നു കൊടുക്കണം. അപ്പൊ നമ്മൾ പ്രമാണത്തെ ശരിക്കും സ്വീകരിച്ചവരായി. ആ എലാസ്റ്റിക് ഇസ്ലാം അങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം. രണ്ട് രൂപത്തിൽ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. തനവ്വു അനുവദിച്ചിട്ടുള്ള, വൈവിധ്യം അനുവദിച്ചിട്ടുള്ള കാര്യമാണോ? നമുക്ക് യാതൊരു തർക്കമല്ല. പക്ഷെ ഒരു രൂപത്തിൽ മാത്രം പഠിപ്പിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് മാറ്റി ഒരിക്കലും സഹാബത്ത് കാണിച്ചു തന്നിട്ടില്ലാത്ത വിഷയങ്ങൾ വരെ എലാസ്റ്റിക് വ്യാഖ്യാനങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കണം. എന്നിട്ട് ആരാ ഇതൊക്കെ പറയുന്നത്? അവർ പറഞ്ഞ് ഞങ്ങൾ സെലഫികളാണ്. തന്നിഷ്ടത്തിനൊത്ത് പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന, ഓരോരുത്തരും അവനവന്റെ ബുദ്ധിക്ക് വെച്ചത് മാത്രം സ്വീകരിച്ചല്ലാത്ത തള്ളിക്കളയുന്നു പറയാണ് ഞങ്ങളാണ് യഥാർത്ഥ സെലഫികൾ. യഥാർത്ഥ സെലഫികൾ ആരാണെന്ന് പ്രമാണങ്ങളോടുള്ള സമീപനം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ പറയുന്നവരാണ് വ്യാജ സെലഫികൾ. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ശിർക്കാരോപണം നമ്മൾ ശരിക്കും തിരിച്ചറിയണം. ഒരാൾ പറയുന്നു ഞങ്ങൾക്ക് വാദമില്ല, ഒരു കൂട്ടം ഒന്നായിട്ട് പറയുന്നു ഞങ്ങൾക്കാർക്കും അങ്ങനെ വാദമില്ല. ജിന്നിനെ വിളിച്ച് തേടാമെന്നോ, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ, മലക്കിനോട് പ്രാർത്ഥിക്കാമെന്നോ ഞങ്ങൾക്ക് ആർക്കും വാദമില്ലെന്ന് ആണയിട്ട് ആവർത്തിച്ചു പറയുന്നു. അല്ല, നിങ്ങൾക്ക് അങ്ങനെ വാദം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കുക. ആ വാദമില്ലെങ്കിൽ അതിന്റെ സ്ഥിതി എന്താ? ഇത് വാദിച്ചവൻ, ആക്ഷേപിച്ചവനിലേക്ക് അത് മടങ്ങും. അയാൾ ശിർക്കിലായിട്ട് മരിച്ചു പോകും. അതുണ്ടാകാൻ പോണേ. കുറെ വാദപ്രതിവാദം നടത്തിയ പാരമ്പര്യത്തിന്റെ തഴമ്പ് മൂട്ടിലുണ്ടായിട്ട് കാര്യമില്ല. ഈ ശിർക്കാരോപണം കൊണ്ടാ മരിച്ചു പോണത്, ശിർക്കിലായിട്ടാ മരിച്ചു പോണത്. അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവനായിക്കൊണ്ട് മരിച്ചവൻ നരകത്തിലാണെന്ന് പുണ്യ റസൂൽ, ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. എത്ര വലിയവനായിട്ടും കാര്യമില്ല. അതുകൊണ്ട് ശിർക്കാരോപണം പിൻവലിക്കാൻ ഈ കോക്കസ് തയ്യാറാകണം. അത് മാത്രമാണ് ഈ സമ്മേളനം ആവശ്യപ്പെടുന്ന, ഈ പ്രസ്ഥാനത്തിലെ പ്രതിസന്ധിക്കുള്ള ഒന്നാമത്തെ പരിഹാരം നമ്മൾ മനസ്സിലാക്കണം. യാഥാസ്ഥിക സലഫിസം, നവസലഫിസം എന്നൊക്കെ വാക്കുകൾ പറയുന്നില്ല. ഞങ്ങൾ പ്രമാണത്തിന് വിരുദ്ധമായി സലഫി പ്രസ്ഥാനവും ഈ കേരളത്തിലെ സലഫികൾ, ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായി എന്ത് പുതിയ ആദർശം ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത്? ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? അത് വെറുതെ വാദിക്കല്ലേ. യാഥാസ്ഥികത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സ്ഥിതിയാണോ ഉള്ളത് അതുപോലെ തന്നെ നിലനിർത്തണം എന്ന് വാദിക്കുന്ന പഴഞ്ചന്മാർ. ഞങ്ങൾ പറഞ്ഞത് പ്രമാണങ്ങൾക്ക് അനുയോജ്യമായത് എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതൊക്കെ നിലനിർത്തണം. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വല്ലതും നമ്മുടെ അടുക്കലുണ്ടോ അത് തിരുത്തണം. തിരുത്താൻ നമ്മൾ സന്നദ്ധമാണ്. ആര് ചൂണ്ടിക്കാണിച്ചാലും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ തിരുത്തുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസമില്ല. ശിർക്ക് ഗുരുതരമായ അക്രമമാണെന്നും പൊറുക്കപ്പെടാത്ത പാപമാണെന്നും സൽക്കർമ്മങ്ങളെ ദഹിപ്പിച്ചു കളയുന്ന കുറ്റമാണെന്നും മനസ്സിലാക്കിയ ഒരു മുജാഹിദ് പ്രവർത്തകൻ, ഒരു മുവഹിദ് ഒരിക്കലും തന്നെ ശിർക്കിനെ പേടിക്കാതെ ജീവിക്കൂല. വിശ്വാസത്തിലും കർമ്മത്തിലും ശിർക്കിന്റെ വകഭേദങ്ങൾ വന്നു പോകുന്നതിനെ ഭയപ്പെടുന്നവരാണ് നമ്മളൊക്കെ. അയ്യുദ്ധം, ഏത് കുറ്റമാണ് ഏറ്റവും ഗുരുതരമെന്ന് ചോദിച്ചപ്പോൾ നീ അല്ലാഹുവിന് സമന്മാരെ സ്ഥാപിക്കലാണ്, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ശിർക്കും വരാതിരിക്കാൻ നമുക്ക് നാം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ വ അന അഅലം. അറിഞ്ഞുകൊണ്ടൊരു ശിർക്ക് ചെയ്യുന്നതിൽ, ശിർക്ക് വിശ്വസിക്കുന്നതിൽ ഞാൻ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അറിയാതെ വല്ല ശിർക്കും വന്നു പോകുന്നുണ്ടെങ്കിൽ വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, ഞാൻ അറിയാത്ത കാര്യത്തിൽ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, പൊറുക്കലിനെ തേടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിജനപ്രദേശത്തും ജനപ്രദേശത്തും, ആള് കൂടിയിടത്തും കൂടാത്തിടത്തും, എവിടെ വെച്ചും, ഇരുട്ടിലും വെളിച്ചത്തിലും, കോട്ടിലും പുഴയിലും കാട്ടിലും നാട്ടിലും കടലിലും എല്ലായിടത്തും അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, പ്രതിസന്ധി വരുമ്പോ നടത്തുന്നതിന് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുള്ളൂ. ഒരു പ്രതിസന്ധിയും വേണ്ട. പ്രാർത്ഥനയാകണമെങ്കിൽ നല്ല സുഖസുന്ദരമായിരിക്കുന്നിടത്തും ഏതവസ്ഥയിലും പ്രാർത്ഥന ഉണ്ടാകും. അള്ളാഹു പറഞ്ഞതെന്താ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അല്ല പോരെ. ഓരോ മുജാഹിദും പ്രഖ്യാപിക്കുന്നു, അല്ലാഹു മതി, ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. കാര്യങ്ങൾ വരവേൽപ്പിക്കാൻ അവൻ ഏറ്റവും ഉത്തമൻ. ഇതാണ് മുജാഹിദുകൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് ശിർക്ക് ആരോപിക്കുന്നവരോട്
ഇതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. ടി.പി. അബ്ദുള്ള കോയ മദനിയെ സംബന്ധിച്ച് മടവൂർ വിഭാഗം പ്രചരിപ്പിച്ചു അദ്ദേഹം തഖ്ലീദിലേക്ക് നയിക്കുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം വിശദീകരണം നൽകിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ ആദർശം, ഞാനൊരു തഖ്ലീദ് കുടുംബത്തിൽ വന്ന ആളാണ്, ഞാൻ ഒരിക്കലും തഖ്ലീദിലേക്ക് ക്ഷണിക്കുന്നില്ല, ഇനിയും നിങ്ങൾ ഇതുമായി നടന്നാൽ ഞാൻ ആ കാര്യത്തെ അല്ലാഹുവിലേക്ക് വിടുന്നു. ടി.പിന്റെ ക്ലിപ്പി നമ്മൾ കേട്ടതല്ലേ, ആ ടി.പി അപ്പൊ ഈ പണിയെടുക്കണത് മനസ്സിലാക്കണം. തഖ്ലീദിലേക്ക് നയിക്കുന്നു എന്ന വാദം എനിക്കില്ല എന്ന് പറഞ്ഞ ആള് അത് അള്ളാഹുവിലേക്ക് വിടുന്നത് പോലെ നമ്മളും അള്ളാഹുവിലേക്ക് വിടുകയാണ്. ഇവിടെ ചില ആളുകൾ പറയുന്നു ഗൾഫ് സെൽഫി, കേരള സെൽഫി. ഗൾഫ് സെൽഫി എന്ന് വേറെ, അറേബ്യൻ സെൽഫി വേറെ, ആഫ്രിക്കൻ സെൽഫി വേറെ, അമേരിക്കൻ സെൽഫി വേറെ. അങ്ങനെ സെൽഫിസത്തിന് ബ്രാൻഡൊന്നുമില്ല. എല്ലായിടത്തും ഒരേ സെൽഫി ആദർശമാണുള്ളത്. ഓരോ നാട്ടിന്റെ സാഹചര്യത്തിനനുസരിച്ച് അവിടെ പ്രബോധനം നടത്താൻ ആ നാട്ടിലെ നിയമങ്ങളും മറ്റൊക്കെ നോക്കി എല്ലാവരും ശ്രമിക്കുന്നു മാത്രം. ആദർശത്തിലോ ലക്ഷ്യത്തിലോ ഒരു മാറ്റവുമില്ല. ലോക സെൽഫികളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. പക്ഷെ കേരളത്തിൽ ഇവിടെ വികസിപ്പിച്ചെടുത്തൊരു കേരള സെൽഫിസ് ഉണ്ട്. കേരള കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനത്തെ ഒരു കേരള സെൽഫിസം, അത് വലിയ ബുദ്ധിജീവികളും മഹാപണ്ഡിതന്മാരും ചേർന്നതാണ്. എന്നാ ഗൾഫിക്കൊന്ന് ചർച്ചയ്ക്ക് പോയിട്ട് ഓൽക്കൊന്ന് തിരുത്തി കൊടുത്തൂടെ, നിങ്ങൾ ശിർക്കിലാണ് ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ, എന്താ പോകാത്തത്? ഗൾഫിലെ സെലഫി പണ്ഡിതന്മാരൊക്കെ യാഥാസ്ഥിക വിശ്വാസത്തിലാണെങ്കിൽ അവരെ തിരുത്തി കൊടുക്കാനെങ്കിലും ഒന്ന് പോയിക്കൂടെ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, അഹങ്കാരം അവസാനിപ്പിക്കുക. വലിയ വലിയ മഹാപണ്ഡിതന്മാർ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. അവരൊക്കെ പറഞ്ഞതൊരു പേജ് വായിക്കാൻ പോലും കഴിയാത്തവരാണ് ഇപ്പൊ പല ആളുകളും അവരെയൊക്കെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത്. നമുക്ക് വിമർശിക്കാം, തെറ്റുപറ്റൂലേ, അൽപ്പാനിക്ക് തെറ്റുപറ്റൂലേ, അത് പറ്റൂലേ, എല്ലാവർക്കും പറ്റും, ഓരോ മാത്രം പറ്റൂല. എല്ലാവർക്കും തെറ്റുപറ്റും, പക്ഷെ തെറ്റു പറ്റിയെന്ന് തെളിയിക്കണം. ഇന്നാലിന്ന കാരണങ്ങളാൽ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് കാര്യകാരണ സഹിതം തെളിയിക്കണം. അത് തെളിയിക്കാൻ തെറ്റുപറ്റില്ല എല്ലാവരും തള്ളുന്ന സ്വഭാവം പാടില്ലാത്തതാണ്. നമുക്ക് ദീനെത്തിച്ചു തന്നത് മഹാപണ്ഡിതന്മാരാണ്. ഏതു കാലത്തും അഹ്ലുസുന്നയുടെ ആദർശം സംരക്ഷിച്ചു നിലനിർത്തി പോന്ന ഒരു പണ്ഡിത കൂട്ടായ്മയും അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ത്വായിഫത്തുൽ മൻസൂറ, അള്ളാഹിന്റെ സഹായം ലഭിക്കുന്ന ഒരു കൊച്ചു സംഘം, ഒരു ഫിർഖത്തുൻ നാജിയ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടേക്കാം. ശരിയായ ആദർശം തുറന്നു പറയുമ്പോൾ അപരിചിതരായി ഒറ്റപ്പെട്ടവരായി നമ്മൾ മാറിയേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ സ്വർഗം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രവർത്തനം. ആരോടും നമുക്ക് പകയും വിദ്വേഷവുമില്ല. തെറ്റിദ്ധരിച്ച് അപ്പുറത്ത് നിൽക്കുന്നവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നാം ശ്രമിക്കണം. പക്ഷേ ഒന്നും കേൾക്കണ്ട, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി, ഞങ്ങൾക്ക് ഒരു പ്രസംഗവും കേൾക്കണ്ട. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞത് അപ്പാസ്വാമി എന്ന് പറഞ്ഞ് വിഴുങ്ങി നടക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അവർക്ക് നന്നാക്കാൻ കഴിയില്ല. ആ മർക്കട മുഷ്ടിക്കാരെ നമുക്ക് തൽക്കാലം വിടാം. അല്ലാത്ത തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുക. മുജാഹിദ് പ്രസ്ഥാനം ആർക്കും തീരെഴുതി കിട്ടിയ തറവാട്ട് സ്വത്തല്ല. അത് ഈ പ്രസ്ഥാനം, ഈ ആദർശം ഈ നാട്ടിലെ മുജാഹിദുകളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. അതങ്ങനെ കുതന്ത്രത്തിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ദുരുപയോഗം ചെയ്ത് കൈപ്പടിയിലൊതുക്കി 3 കൊല്ലത്തേക്ക് ആ തെരഞ്ഞെടുത്തൊന്നും ഓർമ്മല്ല, കാലാകാലത്തേക്ക് ഞങ്ങൾക്ക് തീരെഴുതി കിട്ടിയ മാതിരി ഓരോരുത്തരും നടത്തോ ഇരുത്തൊക്കെ, അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത് മഴ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സന്ദർഭമാണ് എല്ലായിടത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ബുദ്ധിമുട്ടിൽ ഒരുപാട് ആളുകൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും ക്ഷാമവും പരിഹരിക്കണേ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ. രോഗം കൊണ്ടും വിഷമം കൊണ്ടും ഇവിടെ വരാൻ സാധിക്കാത്ത പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കള്ളക്കേസുകളിൽ കുടുക്കുകയും ഗുണ്ടായിസം കാണിച്ചും സ്ഥാപനങ്ങളിൽ ഭീഷണിപ്പെടുത്തിയും ഇന്ന് മസ്ജിദ് കോൺഫറൻസ് കൂടി. എന്താ, നമ്മൾ ഗുണ്ടായിസം കൊണ്ട് വരുന്നു എന്ന് ആളുകളെ വിളിച്ച് പറഞ്ഞു കൊടുക്കുക, റെഡിയായി നിന്നോളി. ആ രൂപത്തിലാണ്. ഇവിടെ ആരും ഗുണ്ടായിസം കാണിക്കുന്നില്ല. പക്ഷേ പല കുതന്ത്രങ്ങളും ഉപയോഗിച്ച്, സംഘടനാധികാരങ്ങൾ ഉപയോഗിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പ്രവർത്തകർ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഈ ദീനിനും ഈ ആദർശത്തിനും വേണ്ടി ത്യാഗം സഹിക്കുന്ന എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ അപകടങ്ങളൊന്നും സംഭവിക്കാതെ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരായി വീട്ടിൽ തിരിച്ചെത്തുവാൻ, ഈ ആദർശത്തിന് വേണ്ടി വീണ്ടും വീണ്ടും അവസാന ശ്വാസം വരെ പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു